രാജ്യത്തെ സ്നേഹിക്കുന്നതും സർക്കാരിനെ അനുകൂലിക്കുന്നതും ഒരേ കാര്യമാണെന്ന് നിങ്ങളെ ആരാണ് വിശ്വസിപ്പിച്ചത്? കഴിഞ്ഞ 10-12 വർഷമായി നമ്മുടെ രാജ്യത്ത് ഒരു വിചിത്രമായ പ്രവണത വളർത്തിയെടുത്തിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ വിമർശിച്ചാലോ, പ്രധാനമന്ത്രിയെ വിമർശിച്ചാലോ, മന്ത്രിമാരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്താലോ ഉടൻ ചിലരുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഒന്നാണ്: രാജ്യദ്രോഹി, ദേശദ്രോഹി, തീവ്രവാദി. എന്നാൽ ജനാധിപത്യം എന്നത് ഭരണാധികാരികളെ ആരാധിക്കുന്ന സംവിധാനമല്ല. അവരെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനുമുള്ള ജനങ്ങളുടെ അവകാശമാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ്. അതിനാലാണ് ഈ ജനകീയ സമരത്തിൻ്റെ വിജയം വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തി നിശബ്ദമാക്കാൻ ശ്രമിച്ച മനോഭാവത്തിൻ്റെ മുഖത്തേറ്റ ശക്തമായ പ്രഹരമായി മാറിയത്. സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതാണ് എന്ന് പ്രചരിപ്പിച്ചവരുടെ നിഘണ്ടുവാണ് ഈ സമരം തിരുത്തിയെഴുതിയത്. സർക്കാർ വേറെയാണ്, രാജ്യം വേറെയാണ് എന്ന അടിസ്ഥാന ജനാധിപത്യ സത്യം വീണ്ടും ഓർമ്മിപ്പിച്ച സമരമാണിത്. ഇനി രാജ്യദ്രോഹി എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നവർ ഒരു കാര്യം ആത്മാർത്ഥമായി ചിന്തിക്കണം: നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിക്കുകയും സ്വതന്ത്രാനന്തരം ലഭിച്ച അധികാരം രാജ്യത്തിൻ്റെ പുരോഗതിക്കായി വിനിയോഗിക്കുകയും ചെയ്ത നമ്മുടെ മുൻ പ്രധാനമന്ത്രിനെ അവർ എത്രത്തോളം അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന ഭാഷയും വ്യക്തിപരമായ ആക്രമണങ്ങളും നോക്കിയാൽ ഇന്നത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിനേക്കാൾ എത്രയോ കടുത്തതാണ്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഭരണാധികാരിയെ വിമർശിക്കുന്നവനാണോ രാജ്യദ്രോഹി, അതോ രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച നേതാക്കളെ നിരന്തരം അവഹേളിക്കുന്നവനോ? ഉത്തരം വളരെ വ്യക്തമാണ്. രാജ്യം പടുത്തുയർത്താൻ സംഭാവന നൽകിയ നേതാക്കളെ അപമാനിക്കുകയും ഇന്നുള്ള ഭരണാധികാരികളെ വിമർശിക്കുന്നവരെ മാത്രം രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നത് ദേശസ്നേഹമല്ല. യഥാർത്ഥ ദേശസ്നേഹം വ്യക്തികളോടുള്ള അന്ധവിശ്വാസത്തിലല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളോടും ഭരണഘടനയോടും ജനങ്ങളുടെ വിമർശനാവകാശത്തോടുമുള്ള ബഹുമാനത്തിലാണ്. അതുകൊണ്ട് ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതല്ല. ജനാധിപത്യത്തിൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുക ഒരു പൗരൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ രാജ്യദ്രോഹമെന്ന് വിളിക്കുന്ന മനോഭാവമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി.